ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കറിവേപ്പില കണ്ടില്ല, നല്ല ചട്ടിയിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോ കറിവേപ്പില ചെടി എങ്ങനെ പ്രൊപ്പഗേഷൻ ചെയ്യുക, അതുപോലെ തന്നെ മുരിങ്ങ മരം എങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുക, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇത് ചെയ്യാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അവരിത് രണ്ടിൻ്റെയും ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മുരിങ്ങ ഇല നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ തന്നെ കറിവേപ്പില നല്ല ഔഷധ ഗുണമുള്ളതാണ്. മുരിങ്ങയില നമുക്കറിയാം പാലിനെക്കാട്ടി ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ മുരിങ്ങയില അല്ലേ. മുരിങ്ങയില നമുക്ക് ഇല തോരൻ വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ മുരിങ്ങക്കായ് നമുക്ക് സാമ്പാറിൽ കറിയിലൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ മുരിങ്ങേൻ്റെ പൂവ് നമുക്ക് തോരൻ വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മുരിങ്ങ നമുക്ക് പിന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ മുരിങ്ങക്കായ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കായ് നമുക്ക് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ വിത്തുണ്ടാവും. ഓരോ കുരു കാണല്ലോ നമ്മളെ മുരിങ്ങൻ്റെ, അത് മുഴുവൻ നമുക്ക് വിത്താണ്. ആ വിത്ത് പാകിയിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മുരിങ്ങൻ്റെ കമ്പ് എടുക്കുമ്പോൾ മൂത്ത കമ്പിനെക്കാട്ടി കുറച്ച് ഇളയ കമ്പ് എടുത്തിട്ട് നമ്മൾ മണ്ണിൽ ചെറിയ റോൾസ് ഉണ്ടാക്കി മണ്ണിലോ ഇനിയിപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് പിടിച്ച് കിട്ടും കേട്ടോ. കമ്പ് ഇളകി പോകാതെ നോക്കണം. പിന്നെ നമ്മൾ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വെയിലത്താണ്. അപ്പോൾ മണ്ണിൽ നട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. ഇത് കമ്പ് നട്ട് കൊടുത്തിട്ട് പിടിച്ചതാണ്. ഇത്രത്തോളം ഇലകളൊക്കെ വന്നിട്ടുള്ളൂ, അത് പിടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കമ്പ് നട്ടിട്ട് നമ്മൾ മുരിങ്ങ മരം പിടിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കായ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വിത്ത് ഉണ്ടാകും. വിത്ത് പാകിയിട്ട് നമുക്ക് മുരിങ്ങ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കൃഷിഭവനിൽ നിന്നൊക്കെ മുരിങ്ങ തൈ കിട്ടും കേട്ടോ. അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് വെച്ചൊടിപ്പിച്ചാൽ മതി. പക്ഷേ പിടിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില നമുക്കറിയാം, ഏതൊരു കറിയിലായാലും നമ്മൾ എന്ത് ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കറിവേപ്പില ഇല്ലാത്ത ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് നമ്മുടെ നിത്യ ഉപയോഗ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ കറിവേപ്പില. നല്ല സ്മെല്ലാണ്. അപ്പോൾ കറിവേപ്പിലൊക്കെ കുറച്ച് വലിയ മരമാകട്ടോ. മുരിങ്ങയിലും വലിയ മരമാകുന്നതാണ്. കറിവേപ്പില നല്ല വലിയ മരമാകും. അപ്പോൾ ചട്ടിയിലൊക്കെ നടുമ്പോൾ നമ്മൾക്ക് കുറച്ച് നമ്മൾ വലിയ റമ്മിലൊക്കെ നടുമ്പോൾ കുറച്ച് ചെറുതായിട്ടായിരിക്കും. മണ്ണിൽ നട്ട് നമ്മൾ നന്നായിട്ട് വളം കൊടുത്തിട്ട് വലിയ മരമാകും കേട്ടോ. കറിവേപ്പില നമുക്ക് ഇതിൻ്റെ അടിവശത്ത് കുറേ തൈകൾ ഉണ്ടായി വരും. അപ്പോൾ അത് അടർത്തി മാറ്റിയിട്ട് നമുക്ക് പുതിയ തൈകളാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലും പൂക്കൾ ഉണ്ടാവും കേട്ടോ. കുറേ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പില പൂക്കും. ആ വിത്ത് വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കൂടുതലായിട്ടും നമ്മൾ തൈകൾ മാറ്റി നടുന്നത് ഇതിൻ്റെ അടിവശത്ത് മുളച്ച് വരുന്ന തൈകൾ പറിച്ചെടുത്തിട്ടാണ് നമ്മൾ മാറ്റി നടുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാറ്റി നടുന്നതെന്ന് കാണിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ മുരിങ്ങേൻ്റെ മറന്നു പോകരുത്. മുരിങ്ങ നമുക്ക് അതിൻ്റെ സ്റ്റെം എടുത്തിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നട്ട് കൊടുത്താൽ നമുക്ക് പിടിച്ച് കിട്ടും. മുരിങ്ങക്കായൻ്റെ ഉള്ളിലെ ആ കുരു ആ കായ് എടുത്തിട്ട് നമുക്ക് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടും. പക്ഷേ കറിവേപ്പില ഞാനിപ്പോൾ 2 തൈ, അതായത് ഓൾറെഡി എൻ്റെ അടുത്ത് ചെറിയൊരു തൈ ഉണ്ടായിരുന്നു, വേറൊരു തൈയും കൂടി എടുത്തിട്ട് ഞാൻ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, വലിയൊരു നമ്മളെ പെയിൻറ്റിങ് ബക്കറ്റിൽ നട്ട് കൊടുത്തത്. അത് ഒരുപാട് പേര് കണ്ട വീഡിയോ ആണ്. ഇപ്പോൾ കാണാത്തവരൊന്ന് കാണണം. അപ്പോൾ രണ്ടാമത് ഞാൻ ചെയ്യുകയാണ്. അത് ചെയ്തിട്ട് 2 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 2 തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തൈ എടുത്തിട്ടുണ്ട്. ഒന്നിൽ നിങ്ങൾ കാണാൻ കുറച്ച് മണ്ണ് കണ്ടില്ലേ, അത് ഇവിടുന്ന് ഞാനിപ്പോൾ ഊരിയെടുത്ത ഇതാണ്. മറ്റേത് ഞാനിപ്പോൾ ആ ഒരു നേരത്തെ കാണിച്ചതിൻ്റെ അടിവശത്തുനിന്ന് വേരോടുക്ക് എടുത്താണ് കേട്ടോ. അപ്പോൾ 2 തൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 തൈയും കൂടി ഞാൻ 2 ഗ്രോ ബാഗ് എടുത്തിരുന്നു. ഗ്രോ ബാഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇതാണ് എടുത്ത് വെച്ചത്. ഒന്ന് നമ്മൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ എടുത്ത് വെച്ചിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് 2 ഒരു കവറിലേക്ക് ആക്കുന്നതായിരിക്കും നന്നാവുക. കാരണം നമുക്ക് ഒരു കവറിലേക്കുള്ള 2 കുഞ്ഞ് കരിവേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചത് നമ്മുടെ ചകിരിച്ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഗാർഡൻ സോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉണങ്ങിയിട്ടുള്ള കുറച്ചുള്ള ഉള്ളിത്തൊലിയാണ് കേട്ടോ എടുത്ത് വെച്ചത്. കരിയിലൊക്കെ പകരമാണ് ഈ ഉള്ളിത്തൊലി ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് കരിയിലിട്ട് കൊടുത്താൽ മതി. കരിയില ഉള്ളിത്തൊലിയൊക്കെ നല്ലൊരു വളമാണ്. ഞാനിപ്പോൾ കരിയിലൊക്കെ പകരം ഉള്ളിത്തൊലിയാണ് കേട്ടോ ഇവിടെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചെടിക്ക് ആവശ്യമുള്ള മാത്രം പോട്ടി മിക്സാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരു കരിവേപ്പില ഒരു പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാട്ടോ. കാരണം നമുക്ക് കടയിൽ നിന്ന് കെമിക്കൽ വളങ്ങളൊന്നും അടിച്ച കറിവേപ്പില അല്ല പച്ചമുളകൊന്നും കഴിക്കാതെ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കറിവേപ്പില കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ ആ ഇല നമുക്ക് കറി പിന്നെ ചോറിലൊക്കെ
ഫസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഈ കറിവേപ്പിലയും കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന കറിവേപ്പിലിൻ്റെ ഇലയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ദഹനക്കേടിനും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ കറിവേപ്പിലിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവർ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കവറാണ് ഞാൻ എടുത്തത്. ചെടിച്ചട്ടി എൻ്റെ കയ്യിലില്ല. ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലായിരുന്നു നല്ലത്. പക്ഷേ ആ ചെറിയ കവറിനെക്കാട്ടി എത്രയോ നല്ലത് ഈ ഒരു കവറാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇതിലേക്കാണ് ഇപ്പോൾ നട്ട് കൊടുക്കുന്നത്. ഇതിൽ നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഈ കവറ് പൊട്ടിച്ചിട്ട് നമുക്ക് മണ്ണിലേക്കോ വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. കഴിയുന്നത് നല്ലത് മണ്ണിൽ വെച്ച് കൊടുക്കുന്ന കേട്ടോ. നമ്മുടെ ഒരു ചട്ടിയിലൊക്കെ വെക്കുന്നേക്കാട് നല്ലത് നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. കരിവേപ്പിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളം എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ചാരം ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോട്ടി മിക്സൊക്കെ മൊത്തത്തിൽ ഒന്ന് എല്ലാം ഒന്നിച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചകിരിച്ചോറ്, ചാണകപ്പൊടി, ഗാർഡൻ സോയിൽ, ഉള്ളിത്തൊലിയൊക്കെ മിക്സായിട്ട് കൂട്ടിയിട്ട് ഞാൻ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ചെടിയിലേക്ക് രണ്ടും വെച്ച് കൊടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ കഞ്ഞിവെള്ളത്തിൽ ചാരം ഇതാക്കിയിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചാരം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിലത്തുള്ള കരിവേപ്പിലൊക്കെ കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കിയാകുന്ന ചോറ് നമുക്ക് ഈ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. നന്നായിട്ട് തണ്ട് കാണാതെ ഇലകൾ തഴച്ച് വളരും, നല്ല രീതിയിൽ വളരും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന. ഈ രീതിയിൽ ഞാനിതാ എല്ലാം നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെടി കണ്ടില്ലേ നന്നായിട്ട് കരിവേപ്പില. ഇതിൻ്റെ അപ്ഡേഷൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചാണകപ്പൊടി, ഉള്ളിത്തൊലിൻ്റെ തൊലി, അതുപോലെ തന്നെ പിന്നെ ചകിരിച്ചോറ്, മണ്ണോ കട്ടയും കൊണ്ട് എന്തായാലും ഇത് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ഇതിന് ഓൾസ് ഇല്ല കേട്ടോ. കവറിന് ഓൾസ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിപ്പോൾ നട്ട് പിടിപ്പിച്ചത്. നമുക്ക് ഈ കത്രിക കൊണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വെള്ളം, ഏത് ചെടി നമ്മൾ നടുകയാണെങ്കിലും അതിപ്പോൾ ചട്ടിയിലാണെങ്കിലോ ഡ്രൈനേജ് ഹോൾസ് ഉണ്ടോ നോക്കണം. ഇനി ഗ്രോ ബാഗിലാണെങ്കിലോ ഡ്രൈനേജ് ഹോൾസ് അടഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാ ഭാഗത്തും ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കണ്ട വിചാരിച്ചിട്ട് എല്ലാ ഭാഗത്തും ഈ ഇങ്ങനത്തെ ഒരു കവറും എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഹോൾസ് കൂടി പുറത്തേക്ക് വരുന്നുണ്ടല്ലേ. ഈ രീതിയിൽ നമുക്ക് പുറത്തേക്ക് വരും. നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന വെള്ളം മുഴുവനും ഹോൾസ് കൂടിയ ഈ ഡ്രൈനേജ് ഹോൾസ് കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. കെട്ടി നിൽക്കുന്ന വെള്ളം മുഴുവൻ നമുക്ക് പുറത്തേക്ക് വരികയും ചെയ്യും കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കറിവേപ്പില രണ്ടും നന്നായിട്ട് ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ ആവശ്യമുള്ള ഒരു ചെടിയും കൂടിയാണ് കറിവേപ്പിലായാലും മുരിങ്ങയിലായാലും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്